നമസ്കാരം. 4ാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ EVSൻ്റെ ക്ലാസ്സാണ് നോക്കുന്നത്. ഞാൻ നേരത്തെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇടാറുണ്ട്, നിങ്ങളെല്ലാവരും കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ കുട്ടികൾ എനിക്ക് വരുന്ന ഒരു കമൻ്റാണ്, ടീച്ചറെ ഞങ്ങളുടെ EVS ഒന്ന് എടുത്ത് തരുമോ എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ എന്തായാലും സമയം പോലെ എടുക്കാം, ഒന്നാമത്തെ പാഠമെങ്കിലും എടുക്കാമെന്ന് കരുതി ഒന്നാമത്തെ പാഠം എടുക്കുകയാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ നോട്ട്സാണ് തരിക, പക്ഷേ മലയാളത്തിലും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. അപ്പം നമ്മുടെ ക്ലാസ് കാണുന്ന കുട്ടികൾക്കൊക്കെ അതറിയാം. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് EVSലെ ക്ലാസ്സിൽ കിടക്കാം. ഇത് EVSൻ്റെ ആദ്യത്തെ ചാപ്റ്ററിലെ 2ാം ഭാഗമാണ്. ഒന്നാമത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കയറി കാണുക. ഓക്കെ, ഇനി എന്താ തന്നിരിക്കുന്നത് നോക്കിയേ. ഹൂ ഈസ് സ്മാർട്ടർ? ആരാണ് സ്മാർട്ട്? I am the one who provides shelter and home to most of the organisms, boasted the grand old banyan tree. എന്താണ്? ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബനിയൻ ട്രീ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? I provide shelter and home to most of the organisms. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരുപാട് ജീവികൾക്ക്, ഇവിടെയുള്ള ഒരുവിധം എല്ലാ ജീവികൾക്കും ഷെൽറ്ററും അതുപോലെ തന്നെ അവർക്ക് കുറേ പേർക്ക് ഞാൻ വീടും ആണ് ഇല്ലേ. അപ്പം അതിൽ താമസിക്കുന്ന ജീവികളുണ്ടാവും, അതിൻ്റെ തണലിൽ വന്ന് ജീവിക്കുന്ന ജീവികൾ ഉണ്ടാകും, അതിൻ്റെ കൊമ്പിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുമുള്ള ഷെൽറ്റർ അല്ലെങ്കിൽ ഹോമായിട്ട് ആരിവിടെ ഉണ്ട്? ഈ ഒരു ട്രീ ഉണ്ട്. റിയലി? വൈ ഡോണ്ട് യു ലുക്ക് അറൗണ്ട് കെയർഫുള്ളി? അപ്പം എന്താ, അങ്ങനെയാണോ? നീ എന്താ ചുറ്റും നോക്കാത്തത്? ഓൾമോസ്റ്റ് ഓൾ ഓർഗാനിസംസ് ലിവ് ഇൻ മീ. മിക്കവാറും എല്ലാ ജീവജാലങ്ങളും എന്നിലാ ജീവിക്കുന്നത്. ഇൻഫാക്ട് ഈവൻ യു ഗ്രാനി ബനിയൻ ഡ്വെൽ ഇൻ മീ, ക്ലെയിം ദി സോയിൽ. എന്താണ്? മരം വലിയ ഗമയിൽ ഞാൻ ഭയങ്കര പൊങ്ങച്ചക്കാരനായിട്ട് ഇങ്ങനെ പറഞ്ഞതാ. എല്ലാ ജീവികളും ഒക്കെ എൻ്റെ ചുറ്റുമാണ് താമസിക്കുന്നത്, എൻ്റെ വീട്ടിലാ കണ്ടോ, എൻ്റെ ചില്ലയിലാ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഗമ പറഞ്ഞപ്പോൾ ആര് പറയുക? നമ്മളെ മണ്ണ് എന്താ പറയുന്നേ? ശരിക്കും എങ്കിൽ നീ നന്നായിട്ടൊന്ന് നോക്കിയേ, എവിടെയാ താമസിക്കുന്നേ? എൻ്റെ ദേഹത്താ എന്ന് ആര് പറയാ? സോയിൽ പറയാ അല്ലേ. നമ്മുടെ ഭൂമിയിലല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മളൊരു വീട് വെച്ചിട്ട് ഞാൻ വീട്ടിലാ താമസിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഗമ പറയും. ആ വീട് എവിടെ നിൽക്കണേ? നമ്മുടെ ഭൂമിയിൽ. അപ്പം നമ്മുടെ ഭൂമി ഇല്ലായിരുന്നെങ്കിൽ എന്തിനെങ്കിലും നിലനിൽപ്പുണ്ടോ? മണ്ണില്ലെങ്കിൽ എന്തിനെങ്കിലും നിലനിൽപ്പുണ്ടോ? ഇല്ല. സം ഓർഗാനിസംസ് വിച്ച് ലിവ് ഇൻ ദി സോയിൽ. ചില ഓർഗാനിസംസ് എവിടെ ജീവിക്കുന്നു? മണ്ണിൽ ജീവിക്കുന്നു. മെനി ഓർഗാനിസംസ് ലിവ് ഓൺ റോക്സ് ടു. കുറേ എണ്ണം പാറകളിലും ജീവിക്കുന്നുണ്ടല്ലേ. റൈറ്റ് ദിയർ നെയിംസ് ഡൗൺ. അവരെ പേരൊന്ന് പറഞ്ഞേ. സ്നേക്ക് ഇല്ലേ, പാറയിടുക്കിൽ സ്നേക്ക് ജീവിക്കില്ലേ? ഉണ്ട്. ഗ്രാസ് ജീവിക്കുന്നില്ലേ പാറയിടുക്കില്? ഉണ്ട്. പിന്നെ എർത്ത് വോം, മണ്ണിര ജീവിക്കില്ലേ? ഉണ്ടല്ലോ. ആൻഡ് ജീവിക്കില്ലേ? ഉണ്ടല്ലോ. ചിതൽ ജീവിക്കില്ലേ? ഉണ്ടല്ലോ. പിന്നെ പഴുതാര ജീവിക്കില്ലേ? അങ്ങനെ എത്രയോ ജീവികളുണ്ട് ഇല്ലേ. ഇനി മേക്ക് എ ലിസ്റ്റ് ഓഫ് ദി യൂസസ് ഓഫ് ദി ബനിയൻ ട്രീ ടു ഓർഗാനിസംസ്. ഇനി എന്താണ് ബനിയൻ ട്രീ അല്ലേ? നമ്മളുടെ വലിയ ബനിയൻ ട്രീ നമ്മൾക്ക് എന്തൊക്കെ തരത്തിലുള്ള യൂസാണ്, അതിനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗമുള്ളത്? അതിന് നല്ല രീതിയിലുള്ള ഒരു ഷാഡോ ഉണ്ട്, അതാണ് നമുക്ക് വലിയ ഗുണം. പിന്നെന്തുണ്ട്? അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കുറേ വിറകുകൾ കിട്ടാറില്ലേ? നമുക്ക് ആഹാരത്തിന് എടുത്തൂടെ? എന്താണ്? അതിൽ നിന്ന് ഒടിഞ്ഞു വീഴുന്ന ചുള്ളിക്കുമ്പോൾ പറക്കിയാലും നമുക്ക് ആഹാരത്തിന് റെഡിയല്ലേ. പിന്നെന്താ? നമ്മുടെ ജീവജാലങ്ങളൊക്കെ അവിടെ അതിൻ്റെ താഴെ വന്ന് വിശ്രമിക്കാറില്ലേ? അതിൻ്റെ താഴെ നിന്ന് പുല്ല് തിന്നാറില്ലേ? എന്താ അവിടെ തന്നെ നിൽക്കാൻ കാര്യം? നല്ല തണല് നിൽക്കാം, നല്ല തണലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാം. വേറെ ജീവികളും ഉണ്ടല്ലേ. എന്താ? അപ്പം നമ്മളും അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കും. എന്തിനാ? നല്ല ഫ്രഷ് ആയിട്ടുള്ള എയറാണ് അവിടെ ഉള്ളത് അല്ലേ. മരങ്ങളുടെ പ്രത്യേകത എന്താ മരങ്ങളുടെ പ്രത്യേകത? രാത്രിയിലത്തെ പ്രത്യേകതയല്ല, പകൽ സമയത്ത് മരങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങ് ശ്വസിച്ചിട്ട് ഓക്സിജനെ ഇഞ്ഞ് വിട്ടുതരും. അപ്പം മരങ്ങളുടെ ചുവട്ടിലിരിക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടും. പക്ഷേ രാത്രി സമയത്ത് അത് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. രാത്രി സമയത്ത് മരത്തിൻ്റെ മൂട്ടിൽ ചെന്നിരുന്നാൽ നമുക്ക് ശ്വാസം മുട്ടും. എന്താ കാര്യം? രാത്രിയിൽ മരങ്ങൾ നമ്മളെ പോലെയാ, അവരും എന്താ ശ്വസിക്കുന്നേ? ഓക്സിജനാണ്. എന്നിട്ട് എന്ത് വിടും? കാർബൺ ഡൈ ഓക്സൈഡ് വിടും. അപ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. അപ്പോൾ പകൽ സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് ചെടികളുടെ മുന്നിൽ ചെന്നിരിക്കാമേ. പിന്നെന്തുണ്ട്? ഷെയ്ഡുണ്ട്. പിന്നെ ബ്രാഞ്ചസ് ആർ ഷെൽട്ടേഴ്സ് ഫോർ ഓർഗാനിസംസ്. അതിൻ്റെ ബ്രാഞ്ചുകളിൽ കാക്ക കൂട് വയ്ക്കുന്ന കാണാം, അണ്ണാനുണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള ജീവികൾ അവിടെ ജീവിക്കുന്നുണ്ടാകും. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഉണ്ട്.
There are several organisms living in and around ponds, trees and fields. ഇനി നമ്മളെ മരങ്ങൾ, അതുപോലെ കുളങ്ങൾ, അതുപോലെ വയലുകൾ, അതിലൊക്കെയും അല്ലെങ്കിൽ അതിന് ചുറ്റും ചിലത് ഇതിൽ ജീവിക്കുന്നു, ചിലത് അതിന് ചുറ്റും ജീവിക്കുന്നു. അങ്ങനെ ഒരുപാട് ഓർഗാനിസംസ് ജീവിക്കാറുണ്ട്. These organisms need air, water, soil and sunlight to live. നമ്മളെപ്പോലെ തന്നെ എന്ത് വേണം? എയർ വേണം, വായു വേണം, വാട്ടർ വെള്ളം വേണം, സോയിൽ മണ്ണ് വേണം, അതുപോലെ സൺലൈറ്റും വേണം. എന്തിനാ? ജീവിക്കാൻ. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹെൽപ്പ് ഈച്ച് അതർ ടു സർവൈവ്. പ്ലാന്റ്സും ആനിമൽസും പരസ്പരം സഹായിക്കുന്നു. എന്തിനാ? നിലനിൽക്കാൻ. ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. ലിവിങ് ആയിട്ടുള്ളത്, ജീവനുള്ളതും നോൺ ലിവിങ് ജീവനില്ലാത്തതുമായിട്ടുള്ള എന്താണ് തിങ്സ്, വസ്തുക്കൾ പരസ്പരം സഹായിക്കുന്നുണ്ട്. ക്യാൻ ഹ്യൂമൻ ബീയിങ് ലിവ് വിത്തൗട്ട് എയർ ആൻഡ് വാട്ടർ? അയ്യോ, നമുക്ക് പറ്റുമോ? വെള്ളമോ അതുപോലെ തന്നെ എന്താണ് വായുവോ ഇല്ല നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? നോ. വെള്ളത്തിനും വായുവിനും ജീവനുണ്ടോ? ഇല്ല. അത് നോൺ ലിവിങ് തിങ് ആണ് അല്ലേ? മനുഷ്യനോ? ലിവിങ് തിങ്. അപ്പോൾ ഒരു ഉദാഹരണം കിട്ടിയില്ലേ? ലിവിങ് തിങ് ആയ മനുഷ്യൻ നോൺ ലിവിങ് തിങ് ആയിട്ടുള്ള വായുവിനെയും വെള്ളത്തിനെയും സൺലൈറ്റിനെയും ഒക്കെ ആശ്രയിക്കുന്നുണ്ട് ഇല്ലേ? അതാണ് ഒരു ഉദാഹരണം. ഇനി ഹൗ ഡു ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ? ഡിസ്കസ്. എന്താണ്? ജീവനുള്ളവയും ജീവനില്ലാത്തയുമായിട്ടുള്ള കുറേ കാര്യങ്ങളില്ലേ, അവർ പരസ്പരം എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി മുകളിലൊരു ബോക്സ് നോക്കിയേ, ലിവിങ് തിങ്സ് ആർ ബയോട്ടിക് ഫാക്ടേഴ്സ്. അപ്പം നിങ്ങൾക്ക് സംശയം മാറിയോ? എന്താ ഈ ബയോട്ടിക് ഫാക്ടർ? ലിവിങ് ആയിട്ടുള്ളത്, ജീവനുള്ളത്, അതാണ് ബയോട്ടിക് ഫാക്ടർ. നോൺ ലിവിങ് തിങ്സ് ആർ അബയോട്ടിക് ഫാക്ടേഴ്സ്. ജീവനില്ലാത്തവയാണ് നമ്മൾ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ടേബിൾ കംപ്ലീറ്റ് ചെയ്തൂടെ? ചെയ്യാം. എന്താണ് ബയോട്ടിക് അബയോട്ടിക് ഫാക്ടേഴ്സ്? ആദ്യം തന്നിരിക്കുന്നത് ഫിഷാണ്. ഫിഷിന്റെ ഇന്റർഡിപ്പെൻഡൻസ്, പരസ്പര ആശ്രിതത്വം. ഫിഷ് എവിടെയാ ജീവിക്കുന്നത്? നോൺ ലിവിങ് ആയിട്ടുള്ള വെള്ളത്തിലാണ് ഫിഷ് ജീവിക്കുന്നത് അല്ലേ? അപ്പം ഫിഷ് എന്ന് പറയുന്ന ജീവിക്ക് ജീവനുണ്ടോ? ഉണ്ട്. അപ്പം വെള്ളത്തിന് ജീവനുണ്ടോ? ഇല്ല. അപ്പം മനസ്സിലായോ? ബയോട്ടിക്കും അബയോട്ടിക്കും ലിവിങ്ങും നോൺ ലിവിങ്ങും തമ്മിൽ എങ്ങനെയാണ് പരസ്പരം സഹായിക്കുന്നത്? എങ്ങനെയാ? ജീവനുള്ള മീനിന് ജീവിക്കാൻ ജീവനില്ലാത്ത വെള്ളത്തിൻ്റെ സഹായം വേണ്ടി വന്നു. അതാണ് അവിടെ ഇന്റർഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായിക്കുന്നത് എങ്ങനെ എന്ന് കിടക്കുന്നത്. ഫീഡ് ഓൺ സ്മോൾ ഓർഗാനിസംസ് ഇൻ വാട്ടർ. ഇനി മീനുകൾ അവിടെ അതിലുള്ള സ്മോൾ ഓർഗാനിസംസിനെയാണ് ഭക്ഷിക്കുന്നത്. ഇനി വാട്ടറിൽ എന്താ പ്രത്യേകത? പ്രൊവൈഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഓർഗാനിസം. വെള്ളം എന്താണ്? ഒരു അബയോട്ടിക് ഫാക്ടറാണ്, ജീവനില്ലാത്ത ഒരു വസ്തുവാണ്. അത് ജീവനുള്ളവയെ എങ്ങനെ സഹായിക്കുന്നു? ജീവനുള്ളവയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം വെള്ളം നൽകുന്നു. അതുകൊണ്ട് അത് ജീവനുള്ളവയെ സഹായിക്കുന്നു. ഇനി ബനിയൻ ട്രീ ജീവനുണ്ടോ? ഉണ്ട്. മരങ്ങൾക്ക് ജീവൻ ഉണ്ട്. അതൊരു ബയോട്ടിക് ഫാക്ടറാണ്. അപ്പോൾ അത് എബയോട്ടിക് ഫാക്ടേഴ്സിനെയും ബയോട്ടിക് ഫാക്ടേഴ്സിനെയും ഒക്കെ അത് സഹായിക്കും. മേക്ക് ദ സോയിൽ ഫെർട്ടൈൽ. സോയിൽ അബയോട്ടിക് ഫാക്ടറാണ് അല്ലേ? ജീവനുള്ളവയാണ് മരങ്ങൾ, പക്ഷെ മണ്ണിന് ജീവനുണ്ടോ? ഇല്ല. അപ്പോൾ ജീവനുള്ള മരം ജീവനില്ലാത്ത മണ്ണിനെ ഫലപുഷ്ടി ഉണ്ടാക്കി മാറ്റുന്നു. പിന്നെ ഹെൽപ്സ് റീറ്റെയിൻ വാട്ടർ ഇൻ ദ സോയിൽ. വെള്ളത്തിന് ജീവനുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ പ്രത്യേകത? ഈ ജീവനുള്ള ബനിയൻ ട്രീ ജീവനില്ലാത്ത വെള്ളത്തെ എവിടേക്ക് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നു? മണ്ണിലേക്ക്. അതിൻ്റെ വേരുകൾ വലിച്ചെടുക്കുന്നു. അത് എന്ത് ചെയ്യുന്നു? വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ തടസ്സം, ഇതിൻ്റെ വേരുകൾ നല്ല പൊങ്ങി നിൽക്കുന്ന വേരുകളാണ്. അപ്പോൾ അത് തടഞ്ഞ് വെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കാൻ ആര് സഹായിക്കുന്നു? ബനിയൻ ട്രീ സഹായിക്കുന്നു. ഇനി ലോട്ടസ് എവിടെ ജീവിക്കുന്നു? ലീവ്സ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ജീവിക്കുന്നു. അതുപോലെ റോക്ക് എന്ന് പറയുന്നത് ജീവനുള്ളതാണോ? അല്ല. അപ്പോൾ ജീവനുള്ള ഒരുപാട് ഓർഗാനിസംസിന് ഡ്വെല്ലിംഗ് പ്ലേസ് ആണ് എന്ത്? റോക്ക്. അതുപോലെ എയർ ജീവനുണ്ടോ? ഇല്ല. പക്ഷെ ജീവനുള്ളവയ്ക്ക് എയർ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല.
അതുപോലെ ഫ്രോഗ് ജീവനുണ്ട്. എവിടെ ജീവിക്കുന്നു ഫ്രോഗ്? വെള്ളത്തിലും ജീവിക്കുന്നു, സോയിലിലും ജീവിക്കുന്നു. അതുപോലെ തന്നെ വാട്ടർ സ്നേക്ക് എവിടെ ജീവിക്കുന്നു? വെള്ളത്തിൽ. വെള്ളം അബയോട്ടിക് ഫാക്ടർ. അങ്ങനെ ഒരുപാട് എണ്ണമുണ്ട്. ഇതെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതെങ്ങനെയാ പരസ്പരം ആശ്രയിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി എന്താ? എക്സാമിൻ ദി ടേബിൾ and record the general facts you have found out. ഇനി ഈ ടേബിളൊക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളില്ലേ? എന്ത് മനസ്സിലായി? ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ ജീവനുള്ളവയ്ക്ക് ജീവനില്ലാത്തവയുടെ സഹായവും കൂടിയേ തീരൂ, അല്ലേ? അത് പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ഇനി we can see that living and non-living things in the area depend on each other. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ജീവനുള്ളവയും ജീവനില്ലാത്തവയും പരസ്പരം ആശ്രയിക്കുന്നു. An ecosystem, ബോക്സ് നോക്കിയ ഒരു ബോക്സ് കണ്ടോ? ബ്ലൂ ബോക്സ്. An ecosystem includes the mutually dependent biotic and abiotic factors of a particular place. എന്താണ് ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ? That includes the mutually dependent biotic and abiotic factor of a particular place. ഒരു പ്രത്യേക സ്ഥലം, ഇപ്പോൾ വയലായിക്കോട്ടെ, പോണ്ടായിക്കോട്ടെ, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ നാട്, നമ്മുടെ ഭാഗമായിക്കോട്ടെ. അപ്പം ഇതിൽ ഏതൊരു സ്ഥലം എടുത്താലും അവിടെ ജീവനുള്ളവയും ജീവനില്ലാത്തവയും പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ഒരു എക്കോസിസ്റ്റം എന്ന പേരിട്ട് വിളിക്കുന്നത്. അപ്പം നമ്മൾ പറയുക കാവ് ഒരു എക്കോസിസ്റ്റമാണ്, അല്ലേ? ഒരു കാവ്, ഒരു വയൽ, ഇതൊക്കെ എക്കോസിസ്റ്റം. അവിടെ ആ വയൽ എന്ന് പറയുന്ന സ്ഥലം എന്തിനൊക്കെ ജീവിക്കാനായിട്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു? അവിടെ ജീവിക്കാൻ പറ്റുന്ന ജീവികൾ, വയലിനെ ബന്ധപ്പെട്ട് കുറേ ജീവികൾ ജീവിക്കില്ലേ? അപ്പം അവർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ഒരു ആവാസ വ്യവസ്ഥ, ഒരു എക്കോസിസ്റ്റം എന്ന പേരിട്ട് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് അവിടെ ജീവിക്കാൻ ചില ജീവികൾക്ക് ചില ശാരീരികമായ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞ ഫ്രോഗ് പോലെ, ഫ്രോഗൊക്കെ വയലിൽ ജീവിക്കും. ഞണ്ട്, അതിനൊക്കെ ജീവിക്കാൻ എന്തൊക്കെ വേണം? ചെറിയ തണുപ്പ് വേണം, ചെറിയ വെള്ളത്തിൻ്റെ അംശം വേണം, ചെറിയ ചെറിയ പ്രാണികൾ വേണം. ഇതൊക്കെ ആ വയൽ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു എക്കോസിസ്റ്റമാണ്, അല്ലേ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പെൻഗ്വിൻ, അതിന് ജീവിക്കാൻ പറ്റിയ സിറ്റുവേഷനാണ് എവിടെയുള്ളത്? അത് ജീവിക്കുന്ന സ്ഥലത്തുള്ളത്. അപ്പം അതിനെ എടുത്ത് വേറെ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിനവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള അഡാപ്റ്റേഷനാണ് അതിൻ്റെ ശരീരത്ത് ഉള്ളത്. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ള ജീവികൾക്ക് അതിനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആ ജീവനുള്ളവയും ജീവനില്ലാത്തവയും പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന ആ ഒരു സ്ഥലമാണ് എന്ത്? എക്കോസിസ്റ്റം. മനസ്സിലായോ? അത് അത്രയേ ഉള്ളൂ. ഇനി നോക്കിയേ, ഫോറസ്റ്റ് വെൽത്ത്. കാട് എന്ന് പറയുന്നത് ഒരു സമ്പത്താ. പടം കണ്ട ഒരു കാടിൻ്റെ എന്തൊക്കെയാ ഉള്ളത്? അടിപൊളി. എല്ലാ ജീവികളെയും നമുക്കിവിടെ കാണാം. മല കാണാം, വെള്ളച്ചാട്ടം, നദിയുണ്ട്, കിളികളും പക്ഷികളും ഒക്കെ ഉണ്ട്. കിളികൾ കൂട് വച്ചിരിക്കുന്നു. എല്ലാവരും ആശ്രയിച്ച് ജീവിക്കുന്നു. ഇപ്പം എന്താ നിങ്ങൾ ചിന്തിക്കാത്ത? ഈ പുലി എന്താ വന്നതിനെ പിടിച്ച് തിന്നാത്തേ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം, അല്ലേ? അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു എക്കോസിസ്റ്റമാണ്. കാര്യം ഇവിടെ ഇപ്പോൾ ഒരു ജീവിയെ വേറൊരു ജീവി കണ്ടാൽ ഉടനെ പിടിച്ച് കഴിക്കില്ല. അതിന് ഭക്ഷണത്തിന് വേണ്ടിയാണ് കൊല്ലുക. മനസ്സിലായോ? അല്ലാതെ ഒരുമിച്ച് അവർ ജീവിക്കുമ്പോൾ എപ്പോഴും വന്ന് കൊല്ലണമെന്ന് നിർബന്ധമില്ല. ഭക്ഷണം കഴിച്ച് കിടക്കുന്ന ഒരു പുലിയുടെയോ ഒരു സിംഹത്തിൻ്റെയോ മുന്നിലൂടെ ഒരു ജീവി പോയെന്ന് വെച്ചാൽ അതിനെ പിടിച്ച് തിന്നത്തെയൊന്നുമില്ല. അവരും പരസ്പരം ഒരു വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ. ഹൗ ബ്യൂട്ടിഫുൾ ദി ഫോറസ്റ്റ്. ബ്യൂട്ടിഫുൾ അല്ലേ ഫോറസ്റ്റ്? എത്ര മനോഹരമാണ്. വൈ ഈസ് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ? എന്താ ഇത്ര മനോഹരമാവാൻ കാര്യം? നമ്മൾ മനുഷ്യന്മാരൊന്നും അവിടെ ചെന്ന് നശിപ്പിക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലമാണ് വൃത്തികേടായി കിടക്കുന്നത്. ഈ കാടിലൊന്നും ജീവികളൊന്നും അതൊന്നും വൃത്തികേടാക്കാറില്ല. അതിൻ്റെ ആ ഒരു അന്തരീക്ഷം അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത്, അല്ലേ? എന്താണ്? ഫോറസ്റ്റ് ഈസ് എൻ എക്കോസിസ്റ്റം വെയർ ഓൾ ലിവിങ് ഇൻ എ ഹാർമണി. ഒരു ഫോറസ്റ്റ് ഒരു എക്കോസിസ്റ്റമാണ്. അവിടെ എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുന്നു. സോ മെനി ഡൈവേഴ്സ് ഓർഗാനിസംസ് ലൈക്ക് ഹ്യൂജ് ട്രീസ്, tiny plants, animals, birds, insects and many others live in the forest. ഇനി ഒരുപാട് വ്യത്യസ്തമായ ഓർഗാനിസംസ് ജീവിക്കുന്നുണ്ട്. എന്തൊക്കെ? വലിയ മരങ്ങൾ, ചെറിയ ചെടികൾ, ആനിമൽസ്, ബേർഡ്സ്, ചെറിയ പ്രാണികൾ, ഇവയൊക്കെ
ഫോറസ്റ്റിലുണ്ട്. ബട്ടർഫ്ലൈസ് ആൻഡ് സ്ട്രീംസ് പ്രൊവൈഡ് ചാം ടു ദി ഫോറസ്റ്റ്. ചെറിയ പൂമ്പാറ്റകളും അതുപോലെ അരുവികളും ഒക്കെ ഫോറസ്റ്റിനെ എന്താക്കുന്നു? വളരെ മനോഹരിയാക്കുന്നു, ചാമാക്കുന്നു, ഊർജ്ജമുള്ളതാക്കുന്നു. The forest is indeed a world of wonder. കാട് അതുപോലെ തന്നെ ഒരു അത്ഭുതം നിറഞ്ഞ സ്ഥലമാണ്. How is the forest which is rich with life useful to us with other organisms? ഇനി ഒരു ചോദ്യമാ, ഹൗ ഈസ് ദ ഫോറസ്റ്റ്, എങ്ങനെയാണ് ഈ കാട് വിച്ച് ഈസ് റിച്ച് വിത്ത് ലൈഫ്, അല്ലെ, നിറച്ച് വേറെ ജീവികളും ജീവനും ഒക്കെ ഉള്ള ഈ ഒരു കാട് യൂസ്ഫുൾ ടു അസ് ആൻഡ് അതർ ഓർഗാനിസംസ്, നമ്മൾക്കും മറ്റ് ജീവികൾക്കും എങ്ങനെയാണ് ഇത്രയും ഫലപ്രദമാകുന്നത്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. നിങ്ങളെ കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നോട്ട്സ് തയ്യാറാക്കുക. എന്തൊക്കെയുണ്ട് കാട്ടില്? സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് എമേർജ് ഫ്രം ഫോറസ്റ്റ്, ഇല്ലേ? അരുവികളും അതുപോലെ നദികളും ഒക്കെ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഫോറസ്റ്റിൽ നിന്ന്. ഫോറസ്റ്റ് ഈസ് ദി ഹാബിറ്റാറ്റ് ഓഫ് ഡൈവേഴ്സ് തിങ്സ്. ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ജീവികളുടെ ജീവിക്കുന്ന അവരുടെ സ്ഥലമാണ്, അവരുടെ ഹാബിറ്റാറ്റാണ്. ഇനി ഫോറസ്റ്റ് ഹെൽപ്പ് ടു പ്രൊവൈഡ് ഇനഫ് റെയിൻ ഇൻ അവർ ലാൻഡ്. നമ്മുടെ നാട്ടിൽ മഴ കിട്ടണമെങ്കിൽ അതിലും എന്തിൻ്റെ സഹായമുണ്ട്? മഴക്കാടുകളുടെ, ഫോറസ്റ്റിൻ്റെ സഹായവും വേണം. ഇനി അത് എന്തിനു സഹായിക്കുന്നു? ഇറ്റ്സ് ഹെൽപ്പ് ടു പ്രിവെന്റ് സോയിൽ എറോഷൻ. മണ്ണൊലിപ്പ് തടയാൻ അത് സഹായകമാണ്. ഇനി എന്താണ്? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രിസർവ് ദി ഫോറസ്റ്റ്. നമ്മുടെ ഫോറസ്റ്റ് സംരക്ഷിക്കുന്നത് അത്യാവശ്യമാണ്. An ecosystem with diversity for sustaining life on earth. എക്കോസിസ്റ്റം ആണ്, അല്ലേ? അതൊരു എക്കോസിസ്റ്റം ആണ്, ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു എക്കോസിസ്റ്റം ആണത്. ഫോർ സസ്റ്റൈനിങ് ലൈഫ് ഓൺ എർത്ത്, നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഒരുപാട് വൈവിധ്യമാർന്ന ഒരു എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഫോറസ്റ്റ്. Have you noticed the different ecosystems in your locality? നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള പലതരത്തിലുള്ള എക്കോസിസ്റ്റം ഇല്ലേ? നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മേക്ക് എ ലിസ്റ്റ് ഓഫ് ദോസ് എക്കോസിസ്റ്റം. എന്തൊക്കെയാ? കുന്നുകൾ തന്നിട്ടുണ്ട്, ഹിൽസ്. ബുഷ്, കുറ്റിച്ചെടികൾ. പിന്നെ സേക്രഡ് ഗ്രോവ്സ്, നമ്മൾ പറയത്തില്ലേ, എന്താ, കാവുകൾ എന്ന് പറയില്ലേ, അതാണ് സേക്രഡ് ഗ്രോവ്സ് എന്ന് പറയുന്നത്. പിന്നെ മാൻഗ്രൂവ്സ്, ഇതാണ് മാൻഗ്രൂവ്സ്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പിന്നെന്താണ്? റോക്സ്, പാറക്കൂട്ടം. പാഡി ഫീൽഡ്, ഇതൊക്കെ പലതരത്തിലുള്ള എക്കോസിസ്റ്റമാണ്. ഇനി സ്റ്റഡി ദ പിക്ചർ കെയർഫുള്ളി. കണ്ടോ? മണ്ണെടുക്കുന്നു, കൺസ്ട്രക്ഷൻ നടക്കുന്നു, അത് മരങ്ങൾ ദാ വീഴുന്നു, ആ മരം, ആ ഒരു ഭാഗം, ആ ഒരു കുന്ന് കരയുകയാണ്. മെനി ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഹാം ദ എക്കോസിസ്റ്റം. നമ്മളുടെ പല പ്രവൃത്തികളും നമ്മളുടെ എക്കോസിസ്റ്റത്തെ നശിപ്പിക്കുന്നതാണ്. ഡിസ്കസ് ദീസ് ആക്ടിവിറ്റീസ് ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ യുവർ എൻവയോൺമെൻറ്റ് ഡയറി. ഈ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ഡയറിയിൽ എഴുതുക. എന്തൊക്കെയുണ്ട്? എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അല്ലേ? ഒരുപാട് കീടനാശിനി ഉപയോഗിക്കുന്നത് നമ്മുടെ എക്കോസിസ്റ്റത്തെ നശിപ്പിക്കും. ഡീഫോറസ്റ്റേഷൻ, ഇല്ലേ? മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത്. പിന്നെ കൺസ്ട്രക്ഷൻ, പിന്നെന്താ, നമ്മൾ മണ്ണെടുക്കില്ലേ, ഇതൊക്കെ നമ്മുടെ എക്കോസിസ്റ്റത്തെ നശിപ്പിക്കുന്നതാണ്. ഇനി ആർ ദീസ് ആക്ടിവിറ്റീസ് ഹാംഫുൾ ടു മാൻ ഇൻ ടേൺ? ഇഫ് സോ ഹൗ? ഇത് മനുഷ്യനും ദോഷമല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും തോറും നമ്മുടെ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാകും, നമ്മൾക്ക് കിട്ടുന്ന മഴയിൽ മാറ്റമുണ്ടാകും, നമ്മൾക്ക് വെയിലിൽ മാറ്റമുണ്ടാകും. പൊല്യൂഷൻ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിന് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. മണ്ണൊലിപ്പ്, അതുപോലെ നമ്മുടെ പുഴകളും നദികളും ഒക്കെ വറ്റി വരണ്ട് നമ്മുടെ ഭൂമി തന്നെ നശിക്കുന്നതിന് കാരണം ആര് തന്നെയാ? നമ്മളുടെ പ്രവൃത്തി തന്നെയാണ്. ലുക്ക് അറ്റ് സാനിമോൾ ആൻഡ് ഹെർ ഫ്രണ്ട്സ്. സാനിമോളിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ ഒന്ന് നോക്കിയേ. ഡിസ്കസ് വാട്ട് ദേ ആർ ഡൂയിങ്. അവരെന്താ ചെയ്യുന്നേ? They are planting trees and place a placard to protect the environment. അല്ലേ? അവർ മരം നടുന്നു, എന്നിട്ട് വേറെ എന്തും വെച്ചിട്ടുണ്ട്? നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള അർത്ഥം വരുന്ന കുറേ പ്ലക്കാർഡ്സ്. കണ്ടോ? ഈ പ്ലക്കാർഡ്സ് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കത്തില്ലേ, അതാണ് എന്താ, ഒരു ബോർഡ്, താഴെ ഒരു കമ്പ്, ആ ബോർഡിൽ എന്തൊക്കെയോ ആശയങ്ങൾ എഴുതിയിരിക്കും, അതാണ് പ്ലക്കാർഡ്സ്. Will these activities help to protect your environment? ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എന്താ, ഒരാൾ ഇത് ചെയ്താൽ അത് കണ്ട് ചിലപ്പോൾ ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടായാൽ അത് നല്ലതല്ലേ? മാറ്റമുണ്ടായ ആളും ഇതുപോലെ ചെയ്യില്ലേ? അങ്ങനെ ഗ്രാജുവലി നമുക്ക് എന്തുണ്ടാകും? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാം.
ഇനി നോക്കിയേ, വാട്ട് അതർ ആക്ടിവിറ്റീസ് ക്യാൻ വി ഡു ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് ദി എൻവയോൺമെൻറ്റ്? നിങ്ങളുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാൻ, പ്രിസർവ് ചെയ്യാനായി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സെമിനാറുകളൊക്കെ നടത്താം അല്ലേ, ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താം, നോട്ടീസുകൾ തയ്യാറാക്കാം, പിന്നെന്താ പോസ്റ്ററുകൾ തയ്യാറാക്കാം, അങ്ങനെ പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെന്താ, ഈ ലോക്ക്ഡൗൺ ഒക്കെ അല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് കുഞ്ഞു ചെറിയ ചെറിയ സ്കിറ്റുകൾ ഒക്കെ ജംഗ്ഷനുകളിലൊക്കെ അവതരിപ്പിച്ചൂടെ? അങ്ങനെ പലതും ചെയ്യാം. നോട്ട് ദം ഡൗൺ ഇൻ യുവർ എൻവയോൺമെന്റ് ഡയറി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എൻവയോൺമെന്റ് ഡയറിയിൽ എഴുതുക. ഇനി വി സോ ദാറ്റ് ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ഇൻ എൻ എക്കോസിസ്റ്റം. നമ്മൾ കണ്ടല്ലേ, ഒരു ആവാസ വ്യവസ്ഥയിൽ, ഒരു എക്കോസിസ്റ്റത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കൾ പരസ്പരം ആശ്രയിക്കുന്നു, സഹായിക്കുന്നു. ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ക്യാൻ സർവൈവ് ഓൺലി ഇഫ് ദ എക്കോസിസ്റ്റം ഇസ് സസ്റ്റൈൻഡ്. ഹ്യൂമൺ ആയിട്ടുള്ള നമ്മൾ മനുഷ്യർക്കും മറ്റു ജീവികൾക്കും ഒക്കെ എപ്പോഴേ നിലനിൽക്കാൻ പറ്റൂ, നമ്മളുടെ ഈ ഒരു എക്കോസിസ്റ്റം നല്ല രീതിയിൽ നിലനിന്ന് പോയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നു, നമ്മുടെ എക്കോസിസ്റ്റത്തിൽ മൊത്തത്തിൽ വ്യത്യാസം ഉണ്ടായി അല്ലേ. എന്താണ്, നമ്മുടെ എക്കോസിസ്റ്റത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ജീവി അപ്രത്യക്ഷമാകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ അളവ് കൂടുന്നു, അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ തോത് കുറയുന്നു, നമ്മൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ തോത് കുറയുന്നു. ഇതൊക്കെ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ വ്യത്യാസങ്ങൾ വരുത്തും, അത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും. ഇനി എന്താണ്, ലെറ്റ് us engage in activities that protect our ecosystem. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ ഒരു അന്തരീക്ഷത്തെ സംരക്ഷിക്കാൻ ഉള്ള ആക്ടിവിറ്റീസിൽ നമുക്ക് മുഴുകാം. അത്രയുമാണ് ഈ ഒരു പാഠമുള്ളത്. ഇനി ഇതിനകത്ത് എന്തുകൊണ്ട്, ലെറ്റ് us assess ഒരു 2-3 ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. എന്താണ്, which of the following peculiarities differentiates the frog from the squirrel? ഫ്രോഗിനെ സ്ക്വിറലിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. എന്തുവാ അത്? ലിവിങ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ അല്ലേ, ലാൻഡിലും വെള്ളത്തിലും ജീവിക്കുന്ന ആളാണ് ആര്? ഫ്രോഗ്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ് സ്പെൻഡ്സ് മോർ ടൈം ഇൻ വാട്ടർ? ഈ തന്നിരിക്കുന്നതിൽ കൂടുതൽ സമയം വെള്ളത്തിൽ ചിലവാക്കുന്നത് ആരാ? ക്രോക്കഡൈൽ. ഇനി ഹൗ ഡസ് ദ ഷേപ്പ് ഓഫ് ദ ബോഡി ഹെൽപ്പ് എ ഫിഷ്? ബോഡി നമ്മൾ പറഞ്ഞില്ലേ, ഫിഷിന്റെ ഷേപ്പ് കൊണ്ട് എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? അതിനെന്ത് ചെയ്യാൻ സാധിക്കുന്നു? വെള്ളത്തിൽ മൂവ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി എന്താ, റൈറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ലിവിങ് തിങ്സ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അബയോട്ടിക് ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് എയർ. ലിവിങ് ആയിട്ടുള്ള തിങ്സ് നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിന് വെള്ളവും അതുപോലെ വെളിച്ചവും മണ്ണും ഒന്നും വേണ്ട. ശരിയാണോ? തെറ്റ്. The destruction of any of the factors of an ecosystem affects the ecosystem adversely. The destruction of any of the factors of an ecosystem. നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ നശിച്ചു പോയാൽ that affects the ecosystem adversely. നമ്മുടെ എക്കോസിസ്റ്റത്തെ ദോഷകരമായി ബാധിക്കും അല്ലേ. ഏതെങ്കിലും ഒന്ന് പോയാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ? ട്രൂ ആണ്. The pollution of soil, water and air does not affect organism. എന്താണ്, വെള്ളവോ പിന്നെന്താണ് വായുവോ മണ്ണോ ഒക്കെ നശിപ്പിച്ചാൽ നമുക്കൊന്നും പറ്റത്തില്ല. ശരിയാണോ അത്? ഫോൾസ്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ് ഇസ് ഗുഡ് ഫോർ ദ എൻവയോൺമെന്റ്. കീടനാശിനിയുടെ പ്രയോഗം നമ്മുടെ അന്തരീക്ഷത്തിന് നല്ലതാണ്. ആണോ? അല്ല, ദോഷമാണ്. ഫോൾസ്. The leveling of fields and ponds and cutting down trees help the sustainable development of our country. എന്താണ്, നമ്മൾ ഫീൽഡുകളൊക്കെ എന്ത് ചെയ്യുക? നിരത്തുന്നു, അതുപോലെ കുളങ്ങളൊക്കെ വറ്റിക്കുന്നു, അതുപോലെ മരങ്ങൾ മുറിക്കുന്നു. ഇതൊക്കെ നമ്മളുടെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെന്റിന് വളരെ നല്ലതാണ്. ആണോ? അല്ല, അതും ഫോൾസ് ആണ്. എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. പിന്നെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് നിങ്ങൾ കളക്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഓർഗാനിസംസ് ലിവിങ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. എന്താണ്, വെള്ളത്തിലും കരയിലും ഒക്കെ ജീവിക്കുന്ന, അതുപോലെ തന്നെ അതിൽ രണ്ടിലും ജീവിക്കുന്ന ജീവികളുടെ ഒക്കെ പിക്ചേഴ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഓർഗാനിസത്തിനെ പറ്റിയിട്ട് ഒരു ആൽബം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് ചെയ്യുക. പിന്നെന്താ, അടുത്തുള്ള കുളവോ പാഡി ഫീൽഡോ ഒക്കെ പോയി സന്ദർശിച്ചുകൊണ്ട് അവിടെ എങ്ങനെയാണ് അതൊക്കെ നമ്മളുടെ ആ ഒരു എക്കോസിസ്റ്റത്തിൽ, നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഇതൊക്കെ എത്രയും അത്യാവശ്യമാണ് എന്നുള്ള കാര്യം എഴുതുക. പിന്നെ ഒരു അക്വേറിയം നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇനി ഒന്നും കൂടിയേ ഉള്ളൂ. ലുക്ക് അറ്റ് ദി പിക്ചർ ഓഫ് ദ എക്കോ പാർക്ക് ഗിവൺ അബവ്.
മുകളിൽ ഒരു എക്കോ പാർക്ക് തന്നിട്ടുണ്ട്. ക്രിയേറ്റ് ആൻ എക്കോ പാർക്ക് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ ഒരു എക്കോ പാർക്ക് കൊണ്ടുവരിക. അതൊക്കെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ മിസ്സുമാരുമായിട്ടൊക്കെ ആലോചിച്ച് എങ്ങനെ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ തന്നെ ആലോചിച്ച് ചെയ്യുക. പാഠം ഞാൻ തന്നിട്ടുണ്ട്. അടുത്ത പാഠം ഉടനെ തന്നെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും 1-2 വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തനിയെ ചെയ്യാനായിട്ട് ഞാൻ തന്നിരിക്കുന്നതായിരിക്കും. മാക്സിമം എല്ലാ നോട്ട്സും തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഒരു വഴിയുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറി നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. 3 തൊട്ട് +2 വരെയുള്ള ഇംഗ്ലീഷും 3 തൊട്ട് 8 വരെയുള്ള സോഷ്യലും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് എല്ലാവരും പഠിക്കണം, മിടുക്കരായിട്ടിരിക്കണം. ഓൾ ദ ബെസ്റ്റ്.